ഞാൻ TV അബ്ദുറഹിമാൻകുട്ടി, റിട്ടയർഡ് അധ്യാപകൻ, പൊന്നാനിയുടെ ചരിത്രകാരൻ. ഏകദേശം 21 പുസ്തകങ്ങളും 500-ൽ പരം ലേഖനങ്ങളും നിരവധി വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും വിളിക്കൽ പൊന്നാനിയുടെ ചരിത്രകാരൻ എന്ന വിശേഷണത്തോടു കൂടിയാണ്. പൊന്നാനി എന്ന് പറയുന്ന പ്രദേശം നൂറ്റാണ്ടുകളായി ചരിത്ര പാരമ്പര്യമുള്ള പ്രദേശമാണ്. ചരിത്രത്തിൻ്റെ അക്ഷയഖനിയാണ്. എത്ര പഠിച്ചാലും തീരാത്ത ചരിത്രത്തിൻ്റെ അക്ഷയഖനിയാണ് പൊന്നാനി. അതിന് വിവിധങ്ങളായ പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത്തത്, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ മുസരീസ്, തിണ്ടീസ്, ബക്കരെ, നെൽക്കിണ്ട തുടങ്ങിയ തുറമുഖങ്ങളിൽ തിണ്ടീസ് പൊന്നാനിയാണെന്നാണ് ഭൂരിപക്ഷ ചരിത്രകാരന്മാരും പറയുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പൊന്നാനിക്ക് ലഭിച്ച പ്രകൃതിദത്തമായിട്ടുള്ള അനുഗ്രഹങ്ങൾ. പൊന്നാനിയുടെ വടക്ക് ഭാഗത്ത് ഭാരതപ്പുഴ, തെക്ക് ഭാഗത്ത് പൂക്കൈതപ്പുഴ, പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടൽ, കിഴക്ക് ബിയ്യങ്കായലും അനുബന്ധ ജലാശയങ്ങളും. അപ്പോൾ ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് പൊന്നാനി എന്ന് പറയാം. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പൊന്നാനി നഗരം ഒരു ദ്വീപാണ്. പൊന്നാനി നഗരം എന്ന് പറയുന്ന ഒരു പ്രദേശം ഒരു ദ്വീപാണ്. കാരണം ഇതിൻ്റെ മധ്യത്തിൽ കൂടെയാണ് 1848 കനോലി സാഹിബ് നിർമ്മിച്ച കനോലി കനാൽ പോകുന്നത്. മൊത്തത്തിൽ പൊന്നാനി നഗരം ഒരു ദ്വീപും പൊന്നാനി മുനിസിപ്പാലിറ്റി ഒരു അർദ്ധദ്വീപുമാണ്. അങ്ങനെ കാലങ്ങളായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ജലാശയ സമ്പന്നമായിട്ടുള്ള ഈ കാരണങ്ങൾ പൊന്നാനി ഒരു തുറമുഖ പട്ടണമായി മാറാൻ കാരണമായി. AD 51 ഹിപ്പാലസ് എന്ന യവന നാവികൻ കാറ്റ് കണ്ടുപിടിച്ചത്. കാറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് പായക്കപ്പലുകൾക്ക് സഞ്ചരിക്കാമെന്ന് കണ്ടുപിടിച്ചത് ഹിപ്പാലസ് എന്ന് പറയുന്ന യവന നാവികൻ. അപ്പോൾ അന്ന് മുതൽ ആ കാറ്റ് അറിയപ്പെട്ട് ഹിപ്പാലസ് കാറ്റ്, ഹിപ്പാലസ് വെൻഡോ അങ്ങനെ അറിയപ്പെട്ടു. അപ്പം AD 51 ഈ കാറ്റ് കണ്ടുപിടിച്ചതോടുകൂടി പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 100 കണക്കിന് കപ്പലുകൾ കേരളത്തെ ലക്ഷ്യമാക്കി വന്നു തുടങ്ങി. ഒരു അതിശയോക്തി രീതിയിൽ പറയുകയാണെന്ന് വെച്ചാൽ 100 കണക്കിന് നിരവധി കപ്പലുകൾ വന്നു തുടങ്ങി. കാരണം ജൂൺ ജൂലൈ മാസങ്ങളിൽ കാറ്റിൻ്റെ ഗതി അക്കാലത്ത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായിരുന്നു. ഡിസംബർ ജനുവരി മാസങ്ങളിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാറ്റിൻ്റെ ഗതി കണ്ടുപിടിച്ചതിനെ തുടർന്ന് നിരവധി അറബി കച്ചവടക്കാർ, അക്കാലത്ത് പ്രധാന കച്ചവടക്കാർ അറബികളായിരുന്നു. അതിനു മുമ്പ് ചീനക്കാരും പലരും വന്നിട്ടുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ പ്രധാന കച്ചവടം, തീരപ്രദേശത്തിൻ്റെ കച്ചവടം അറബികളിൽ അധിഷ്ഠിതമായിരുന്നു. അറബി കച്ചവടക്കാർ പൊന്നാനിയിൽ വരികയും അവർ ആദ്യമായി പൊന്നാണയം പ്രചരിപ്പിച്ച പ്രദേശമായതിനാലാണ് പൊന്നാനി എന്ന് പേര് സിദ്ധിക്കാൻ കാരണമെന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ആ കാലഘട്ടം മുതൽ തന്നെ നിരവധി കപ്പലുകൾ, പായക്കപ്പലുകൾ പൊന്നാനി ലക്ഷ്യമാക്കി വന്നിരുന്നു. അങ്ങനെ ക്രമാനുഗതമായി പൊന്നാനി ഒരു വ്യാവസായിക കേന്ദ്രമായി മാറുകയും തുറമുഖ പട്ടണമായി തീരുകയും ചെയ്തു. അപ്പം മറ്റൊരു കാരണം കൂടിയുണ്ട്. മുസരീസ് എന്ന് പറയുന്ന തുറമുഖത്ത് നിന്ന് തിണ്ടീസ് എന്ന് പറയുന്ന തുറമുഖത്തിലേക്ക് ഏകദേശം ചരിത്രം പറയുന്ന അകലങ്ങൾ കൃത്യമായി വരുന്നുണ്ട്. തിണ്ടീസ് പൊന്നാനിയാണെന്നും കടലുണ്ടിയാണെന്നും പന്തലായനി കൊല്ലമാണെന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ ഏകദേശം തിണ്ടീസ് പൊന്നാനിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ സർക്കാർ തിണ്ടീസ് പ്രൊജക്റ്റ്, മുസരീസ് പ്രൊജക്റ്റ് പോലെ തിണ്ടീസ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളൊക്കെ നീക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ അത് സംബന്ധമായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ കേരള സർക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടം മുതൽ തന്നെ ധാരാളം പായക്കപ്പലുകൾ, ആ പായക്കപ്പലുകൾ വന്നു തുടങ്ങി കച്ചവട കേന്ദ്രമായതിനോട് കൂടിയിട്ടാണ് AD 16-ാം നൂറ്റാണ്ടിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യാപന പ്രവർത്തനങ്ങൾ തുടങ്ങിയത്.